എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി കുടിച്ച് 4 കാലം വീട്ടിലേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേനും രവീന്ദ്രൻ സച്ചിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് സച്ചി വന്നു കഴിഞ്ഞിട്ട് രേവതിയുടെ മേത്ത് കുറെ വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പാർട്ടിക്ക് നമ്മൾ രേവതിനെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു. രേവതി ഭയങ്കര സന്തോഷത്തോടു കൂടിയൊക്കെയാ ചെന്നേ. പക്ഷെ അതിനുശേഷം സച്ചി കൂട്ടുകാരുടെ ഒപ്പം മദ്യപിച്ചിട്ട് ഇറങ്ങി വരുവാണ്. ഈ കാഴ്ച കാണുമ്പോഴത്തേന് രേവതിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നേ. എന്ത് ചെയ്യാൻ പറ്റും, സച്ചിയുടെ സ്വഭാവം അതായിപ്പോയി. പക്ഷെ രേവതി പറഞ്ഞാലൊന്നും മാറില്ലെന്ന് രേവതിക്ക് മനസ്സിലായി. രേവതി സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. ഈ സമയത്ത് ആ വീടിന്റെ ഹൗസ് ഓണർ വരുന്നേ, അതൊരു വാടക വീടായിരുന്നു. സച്ചിയുടെ കൂട്ടുകാരൻ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നേ. അയാൾ വന്നു കഴിയുമ്പോഴത്തേനും അയാൾക്ക് ദേഷ്യമായിപ്പോയി. മദ്യപിച്ച് ഇങ്ങനെ ഇവരെല്ലാം അർമാദിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് രേവതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ തെറ്റിദ്ധരിച്ചു. ഒരു പെണ്ണിനെയും കൂടെ വിളിച്ചുകൊണ്ടുവന്ന് ഇവരെല്ലാവരും കൂടെ അർമാദിക്കുക, മദ്യപിച്ച് ആഘോഷിക്കുക എന്നറിഞ്ഞ് പിന്നീട് വളരെ മോശമായ രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് രേവതിക്ക് സഹിക്കാൻ പറ്റിയില്ല. രേവതി സങ്കടത്തോടെ തനിയെ വീട്ടിലേക്ക് പോരുവാണ്. രേവതി വന്നു കിടന്ന് കുറെ കരഞ്ഞു. കാരണം അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് സച്ചി അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഭാര്യ എന്നൊരു പരിഗണന പോലും തന്നില്ല. അതൊക്കെ ഓർത്തപ്പോൾ രേവതിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് സച്ചി പാതിരാത്രിയായി കഴിഞ്ഞപ്പോൾ 4 കാലേ വരുവാണ്. അപ്പം എന്നത്തെ പോലെ രവീന്ദ്രൻ കാത്തിരിപ്പുണ്ടായിരുന്നു സച്ചിക്ക് വേണ്ടിയിട്ട്. സച്ചിയുടെ വരവ് കണ്ടപ്പോൾ തന്നെ രവീന്ദ്രൻ മനസ്സിലായി, നല്ല ഫിറ്റായിട്ട് ആടിയാടാ വരുന്നത്. നിലത്ത് കാലുറയ്ക്കുന്ന പോലുമില്ല. അങ്ങനെ വന്ന സച്ചിയോട് എന്ത് ചെയ്യണം, രവീന്ദ്രൻ വളരെ പരുഷമായിട്ടാണ് സംസാരിക്കുന്നത്. നിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ അങ്ങ് പോവാൻ നേരത്തെ, നിന്റെ ഭാര്യ, എന്നിട്ട് നീ എന്താടാ അവളെ തന്നെ വിട്ടെന്നൊക്കെ ചോദിക്കുകയാണ്. ഓ, അവളുടെ കാര്യമൊന്നും പറയാതിരിക്കും അച്ഛാ ഭേദം. അവള് ദുർവാശിക്കാരിയാ, ഞാൻ പറയുന്നൊന്നും അവൾ അനുസരിക്കില്ല, അവള് തോന്നിയാസം ഇങ്ങോട്ട് പോന്നെന്നൊക്കെ പറയാം. രവീന്ദ്രന് മനസ്സിലായി, ഈ ഇത്ര നല്ല ഫിറ്റിന് സമയത്ത് ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എങ്കിലും 2 വർത്താനം പറയാതെ വിട്ടിട്ട് കാര്യമില്ല. രവീന്ദ്രൻ തനിക്ക് വായി തോന്നുന്ന എല്ലാം പറയുകയാണ് സച്ചിയോട്. സച്ചിയോട് പറഞ്ഞു, ഇങ്ങനെയാ നിന്റെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ അധികം വൈകാതെ തന്നെ നിന്നെ എനിക്ക് ഇവിടെ ഇറക്കി വിടേണ്ട വരുമെന്ന് പറയാണ്. കാരണം നീ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നീ മാറുമെന്നാ വിചാരിച്ചേ. പക്ഷെ നിനക്കിനി ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയായെങ്കിലെങ്കിലും നീ പഠിക്കില്ലായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചിക്ക് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നി. സച്ചി അങ്ങനെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. റൂമിൽ കയറി കഴിഞ്ഞപ്പോൾ രേവതി നല്ല കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. രേവതിയുടെ ഉറക്കം കണ്ടു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു. അവളെന്നെ വഴക്ക് കേൾപ്പിച്ചിട്ട് അവള് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് സച്ചിക്ക് ദാഹിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യും, സച്ചി കുടിക്കാനായിട്ട് ഇച്ചിരി വെള്ളം എടുക്കുവാണ്. കുടിക്കാൻ വെള്ളം എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കയ്യിലാണ് അതിൻ്റെ ആ ജഗ്ഗിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല. സച്ചി മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ ഒരു രക്ഷയില്ല. അവസാനം ദേഷ്യപ്പെട്ട് എന്ത് ചെയ്യുവാണ്, വലിച്ചിങ്ങോട്ട് തുറന്നു കഴിയുമ്പോഴത്തേനും ആ വെള്ളം മൊത്തം രേവതിയുടെ മേത്തേക്ക് പോയി വീഴുവാണ്. രേവതി ഞെട്ടി ഉറക്കത്തിൽ കണ്ണു തുറന്നു. അപ്പം സച്ചിനെ കാണുന്നേ. രേവതി അതിന്റെ പേരിൽ കിടന്ന് സച്ചിയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. സച്ചി സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ രേവതി ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നീട് സച്ചിയോടുള്ള ദേഷ്യത്തിന് രേവതി കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞിട്ടാണെങ്കിലും രേവതിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു. അടുക്കളയിൽ പോയി ഓരോ ജോലി ചെയ്യുന്ന സമയത്തും രേവതിയുടെ ഉള്ളില് സച്ചി തന്നെ പാർട്ടിക്ക് കൊണ്ടുപോയി നാണം കെടുത്തി തന്നെ വെറും ആരും വല്ലാതാക്കി എന്നൊരു ചിന്തയൊക്കെയാണ് രേവതിയുടെ ഉള്ളിലുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഓർത്തിരിക്കുന്ന സമയത്ത് രവീന്ദ്രൻ വന്ന് രേവതിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പോട്ടെ മോളെ, നീ സമാധാനിക്കുക, ഒരു തവണത്തേക്കും കൂടെ ക്ഷമിക്കാം, അവൻ നന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ രേവതിക്കറിയാം ഇനിയിപ്പോൾ എത്രയാളും നന്നാൻ പോകുന്നില്ല. പരാതിയായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞ സച്ചി നേരെയാവും എന്നൊക്കെ പറയണേ. പക്ഷെ ആ പ്രതീക്ഷ രേവതിയുടെ പോവാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെയും കൂടെ ഒരു അടിപൊളി വിശേഷങ്ങളുണ്ട്. കാരണം അവര് ഒരു പാർട്ടിക്കൊക്കെ പോയായിരുന്നു. ആ പാർട്ടിക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ കുറെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3-4 കോമ്പറ്റീഷൻ ഐറ്റംസിനൊക്കെ പങ്കെടുത്ത് ശ്രുതിയും കൂടെ വിന്നേഴ്സ് ആവുകയാണ്. അപ്പം നല്ല ബെസ്റ്റ് ജോഡികളവര്, അടിപൊളി കപ്പിൾസ്. അപ്പം അവർ ആ സമ്മാന പ്രൈസൊക്കെ വാങ്ങുന്നുണ്ട്. അവർക്ക് ആ പ്രൈസൊക്കെ കിട്ടുവാണ്. ശ്രുതിയുടെ മാഡം തന്നെയാണ് ആ പ്രൈസൊക്കെ കൈമാറുന്നത്. ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം നല്ല മനപ്പൊരുത്തമാണ് അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത്. ശ്രുതിയോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ശ്രുതി കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളാണ് ശ്രുതിയെക്കുറിച്ച് നൽകിയിരുന്നത്. തിരിച്ച് ശ്രുതി അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നീട് ശ്രുതിയുടെ ഉള്ളിൽ ഒരു ഇഷ്ടമൊക്കെ ശ്രുതിയോട് തോന്നി തുടങ്ങി. ആരും അല്ലാതിരുന്നിട്ട് പോലും ഒരു ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിചയപ്പെട്ടത്. എന്നിട്ട് പോലും തൻ്റെ ആരും ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഒന്നുമല്ലെങ്കിലും തൻ്റെ ഭർത്താവാന്ന് പറഞ്ഞ് തന്നെ ഒപ്പം ചേർത്ത് നിർത്തി. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് വന്നപ്പോഴോ അവിടെ തൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും ചേർന്നു. അപ്പം ഇതുപോലെയുള്ള ഒരാളല്ലേ താൻ ഇത്രയും കാലം അന്വേഷിച്ചുകൊണ്ട് നടന്നേ. കല്യാണം ഇപ്പോൾ വേണ്ട, ഉടനെ തന്നെ ബ്യൂട്ടി പാർലർ ഇടണമെന്നൊക്കെ പറഞ്ഞിരുന്ന. പക്ഷെ ശ്രുതിയുടെ മൈൻഡൊക്കെ അങ്ങോട്ട് മാറി.
ശ്രുതി എന്ത് ചെയ്യുവാണ്, ഇനി ഇപ്പൊ ശ്രുതിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരു ചിന്തയൊക്കെ ശ്രുതിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും ശ്രുതിയുടെ ഉള്ളിൽ ആ ചിന്തകളൊക്കെ ആയിരുന്നു. ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീര വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ആലോചനയാണല്ലോ, എന്നാ മനസ്സിൽ ആരെങ്കിലും കടന്നുകൂടിയെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് തൻ്റെ മനസ്സിലുള്ള ആ സത്യങ്ങളൊക്കെ ശ്രുതി നേരെ മീരയോട് തുറന്നു പറയാണ്. എനിക്ക് ശ്രുതിനെ ഇഷ്ടമാണെന്നൊക്കെയുള്ളത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മേരിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാരണം കല്യാണം വേണ്ട, കല്യാണത്തെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത ആളാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ അത്രമാത്രം ഇഷ്ടമായി കാണുമായിരിക്കും. അവർ തമ്മിൽ നല്ല ജോഡിയെന്നാ തോന്നുന്നേ. അങ്ങനെയൊക്കെ ഒരു ചിന്ത മീരയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നെ അവസാനം മീര ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്, നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞിട്ടാണോന്ന്. പക്ഷെ അതിനൊരു വ്യക്തമായൊരു ഉത്തരവൊന്നും ശ്രുതി കൊടുക്കുന്നില്ല. അപ്പൊ ശ്രുതിക്ക് വേറെ എന്തോ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയെ മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അവൻ എന്നെ ഇഷ്ടമാണോ എന്ന് പോലും അറിയില്ല. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പോരെ. അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമൊക്കെ ആണെന്ന് അറിഞ്ഞാൽ മാത്രം ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയുന്നുള്ളൂ, അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാണ്. പക്ഷെ ശ്രുതി ആകെപ്പാടെ സ്വപ്നം കാണാൻ തുടങ്ങി ശ്രുതിയെക്കുറിച്ചൊക്കെയുള്ളത്. അതിന്റെ വിശേഷങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ സച്ചിയോട് ഇനിയിപ്പോൾ മാലയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു തവണ ചോദിച്ചപ്പോൾ സച്ചി പറഞ്ഞു അത് കടയിൽ കൊടുത്തു തന്നാക്കാൻ കൊടുത്തേക്കുമെന്ന് പറഞ്ഞു. വീണ്ടും സച്ചിയോട് ചോദിക്കുന്നതാണ് അതിനെപ്പറ്റി, മാല എന്തിയെ, അതിന് കൊളുത്ത് തന്നാക്കാൻ ഇത്ര ദിവസം വേണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് സച്ചി കിടന്ന് ഉരുണ്ട് കളിക്കുക. അത് കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ അതുകൊണ്ട് വിറ്റിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്തു, അതുകൊണ്ടാണ് ഈ പാർട്ടി നടത്തിയെന്ന്. ഒരുപക്ഷെ അതായിരിക്കാം വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഈ വലിയ പാർട്ടിയൊക്കെ നടത്തിയത്. തന്നെ മറച്ചു വെക്കുന്നതായിരിക്കും. അതിന്റെ പേരിൽ നല്ല വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സച്ചിയുമായിട്ട്. സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവള് മിക്കവാറും ഇനി ആ മാലയെക്കുറിച്ച് ചോദിക്കും. ആ സമയത്ത് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് മാറിപ്പോനെ തരവുള്ളൂ, അല്ലെങ്കിൽ ഇവളിനി എന്താ ചെയ്യാൻ പോകുന്നു പറയാനും പറ്റില്ല. അങ്ങനെ ഒരു ചിന്ത സച്ചിയുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.